നിങ്ങൾ സി എ ഫൗണ്ടേഷൻ ഓർ ഇൻ്റർ എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ ഓരോ പേപ്പറിൻ്റെ ഇടയിലുള്ള 1 day ഗ്യാപ്പ് could either be your biggest advantage or your biggest source of stress. സോ നമ്മൾ എങ്ങനെയാണ് ആ ഗ്യാപ്പ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുക? ഫസ്റ്റ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആ 1 day ഗ്യാപ്പ് ആക്ച്വലി നിങ്ങളെ പ്രിപ്പറേഷൻസ് 0 സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേ അല്ല. നിങ്ങൾ ഓൾറെഡി ആ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ ഒബ്ജക്റ്റീവ് 100% സിലബസ് കവറേജ് എന്നുള്ളതല്ല. നമ്മളിപ്പോഴത്തെ ഒബ്ജക്റ്റീവ് നമ്മൾ ഇതുവരെ പഠിച്ച ആ നോളേജ് വെച്ചിട്ട് എങ്ങനെ നമ്മളെ സ്കോർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒറ്റ ദിവസം നിങ്ങൾ ടെക്സ്റ്റിലെ എല്ലാ പേജും ഇരുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ആ പരിപാടിക്ക് നിൽക്കല്ലേ. സോ വാട്ട് ആർ വി സപ്പോസ് ടു ഡു? നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞ് എക്സാം ഹോളിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ പോയിട്ട് അടുത്ത സബ്ജക്റ്റിന് പ്രിപ്പറേഷൻ ചെയ്യാൻ നിൽക്കല്ലേ. ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്, ടേക്ക് സം റെസ്റ്റ്, കുറച്ച് ഫുഡ് കഴിക്കുക. ഇഫ് റിക്വയർഡ് ഗോ ഫോർ എ ഷോർട്ട് വാക്ക്. ബട്ട് വാട്ട് യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഇസ് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ആ കഴിഞ്ഞ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിനക്ക് എന്താ കിട്ടിയത്? ഐ തിങ്ക് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. യൂട്യൂബിൽ പോയിട്ട് ആ പേപ്പറിൻ്റെ റിവ്യൂ. കഴിഞ്ഞ പേപ്പർ കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി എത്ര സംസാരിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ ഒരു മാർക്ക് പോലും കൂട്ടാൻ പറ്റുന്നില്ല. വാട്ട് യു ആർ ആക്ച്വലി ലൂസിങ് ഓവർ ദെയർ ഇസ് നിങ്ങളെ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ് നിങ്ങളവിടെ വേസ്റ്റ് ചെയ്യുന്നത്. യുവർ നെക്സ്റ്റ് പേപ്പർ ഈസ് വെയർ യു ക്യാൻ സ്റ്റിൽ ചേഞ്ച് ദി ഔട്ട്കം. ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ ആ 1 day ഗ്യാപ്പിൽ നിങ്ങളെ റിവിഷൻ ഒരു 3 phase ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് ഫേസിൽ ഒരു ക്വിക്ക് റീക്യാപ്പ് വെർ ബൈ വി ആർ എൻഷുറിങ് ദാറ്റ് നമ്മൾ പഠിച്ചതെല്ലാം നമ്മളെ മൈൻഡിൽ ഫ്രഷായി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഫാസ്റ്റ് റീക്യാപ്പ്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലോ ഒരു ടോപ്പിക്കിലോ ഒരുപാട് ടൈം സ്പെൻഡ് ആവുകയാണ് തോന്നുകയാണെങ്കിൽ അതിൽ ആ സമയത്ത് ഒരുപാട് റിസർച്ച് നടത്തി ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. അതവിടെ വെക്കുക, ബാക്കി ടോപ്പിക്സിൽ അങ്ങനെ പെട്ടെന്ന് പോവുക. സെക്കൻഡ് ഫേസിൽ നിങ്ങൾ വീക്ക് ഏരിയാസിൽ ഫോക്കസ് ചെയ്യുക. നമ്മളെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, ഫ്രീക്വൻ്റ്ലി അവർ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ്, അമെൻമെൻറ്റ് വന്ന ഏരിയാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങൾ എക്സാമിൽ മറക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഏരിയാസ്, ഈ ഏരിയാസിൽ ഫോക്കസ് കൊടുക്കുക. തേർഡ് ഫേസിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, RTP, മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ഫുള്ള് യു ടെസ്റ്റിങ് യുവർ സെൽഫ് വെർ ബൈ നിങ്ങൾക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ. അവിടെ അഗെയിൻ നമ്മൾ ആ മിസ്റ്റേക്സ് വരുന്നത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക മൈൻഡിൽ. സോ ദാറ്റ് ഓൺ ദ ഡേ ഓഫ് ദി എക്സാം നിങ്ങൾക്കത് വീണ്ടും ജസ്റ്റ് ആ ഏരിയാസ് മാത്രം, നമ്മൾ മറന്നു പോകുന്ന ഏരിയാസ്, മിസ്റ്റേക്ക് വരുത്തുന്ന ഏരിയാസ് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. വാട്ട് യു ഷുഡൻറ്റ് ബി ഡൂയിങ് ഇസ് ആ എക്സാംസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ സ്ലീപ്പിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ദർ ഷുഡൻറ്റ് ബി എ സിറ്റുവേഷൻ വെർ ബൈ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് രാവിലെ 4 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഉറങ്ങി പിന്നെ എക്സാം ഹാളിൽ പോകുമ്പോൾ യു ഫൈൻഡ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി മെൻ്റലി എക്സോസ്റ്റഡ്. നോ, നമ്മളെ എയിം ആ ദിവസം നമ്മൾ 16-18 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. നമ്മളെ എയിം നമുക്ക് ആ എക്സാം എഴുതുന്ന ആ 3 മണിക്കൂറിൽ എഫക്റ്റീവ്ലി നമ്മൾ പഠിച്ച ഇൻഫർമേഷൻ ബ്രെയിനിന് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം, റീകോൾ ചെയ്യാൻ പറ്റണം. സോ മേക്ക് ഷുവർ ഉറങ്ങണതിന് തൊട്ട് മുന്നേ ഗോ ലൈറ്റർ ഓൺ യുവർ സെൽഫ്. അതായത് നിങ്ങൾ ഉണ്ടാക്കിയ സമ്മറി നോട്ട്സ് വായിച്ച് നോക്കുക, ഫോർമുലാസിൻ്റെ ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കുക, നിങ്ങൾ മറന്നു പോകുന്ന ഏരിയാസ് തോന്നുന്നത് അതൊന്ന് റീകോൾ ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് ഈവൻ വെൻ യു സ്ലീപ്പ് നിങ്ങൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വർക്കിംഗ് ഓൺ ദോസ് ഏരിയാസ് ആസ് കമ്പയർഡ് ടു ആ ഒരു മൊമെൻറ്റിൽ നമ്മളൊരു പാനിക് റീഡിങ് പോലെ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്ന് വെച്ച് മൾട്ടിപ്പിൾ പേജസ് അങ്ങനെ ഓടിച്ചു വിട്ട് എല്ലാം കൂടിയും പഠിക്കാൻ നിൽക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രെയിനും കൺഫ്യൂസ്ഡ് ആവും. ടു മേക്ക് ദാറ്റ് സ്ലീപ്പ് എഫക്റ്റീവ് ഓർ ടു മേക്ക് യുവർ ബ്രെയിൻ work effectively during your sleep, structure it. നിങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ്, ആ ഫോർമുലൻ്റെ ബുക്ക്, വാട്ട് എവർ യു ഹാവ്, അതൊന്ന് റിവൈസ് ചെയ്തിട്ട് ഉറങ്ങുക. ആൻഡ് വൺ ഫൈനൽ തിങ് ഐ വുഡ് സേ ഇസ് ആ ഒരു ദിവസം നിങ്ങളെ ഫ്രണ്ട്സ് എന്താണ് ചെയ്യുന്നത്, അവരേത് ടോപ്പിക്സാണ് പഠിക്കുന്നത്, അവരെത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളൊന്നും റിസർച്ച് നടത്താതെ try to understand everybody's preparation strategy, preparation level, type of preparation is completely different. നിങ്ങൾ എന്ത് പഠിക്കുക, എന്ത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുക, റീറ്റെയിൻ ചെയ്യുക, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. റിമെമ്പർ ആ ഒരു ദിവസം നമുക്ക് കോമ്പറ്റീഷൻ ഉള്ളതല്ല. ആ ഫോക്കസ് ഇസ് ടു റീറ്റെയിൻ ദ മാക്സിമം ആൻഡ് മാക്സിമം നമ്മൾ മാർക്സ് എക്സാമിൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യുക, അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഡു വെൽ.